ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും നിങ്ങളുടെ തമ്മിൽ കണ്ടു കാണും, അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചാനലാണ് പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും. അപ്പം പെട്ടെന്ന് അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു, എല്ലാവരും പല പല വീഡിയോസിൻ്റെ തമ്മിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തന്നെ ഷോക്കാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, അടിപൊളി ഒരു ചാനലാണ് അവരുടെ. ഏകദേശം 4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു അടിപൊളി കിടിലൻ ചാനലാണ്. അടിപൊളി ഡാൻസേഴ്സാണ്, ചേട്ടനും അനിയനും അടിപൊളി ഡാൻസേഴ്സാണ്. ഫാമിലി ആണല്ലോ, എല്ലാ വൈബാണ്, പൊളിയാണ്. ഇപ്പം പ്രവീണിൻ്റെ വൈഫാണ് തന്നെ, മൃദുലയാണ് തന്നെ. എല്ലാവരും പക്ക എൻജോയ്മെൻ്റ് ആണ്, എല്ലാം അടിപൊളി അടിച്ച് പക്ക ലൈഫാണ് അവരുടെ. അപ്പം പെട്ടെന്ന് അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു, അവർ എന്താണെന്ന് നമ്മളിപ്പം കാണുന്ന വീഡിയോസിനകത്ത് പ്രവീൺ കരയുന്നു, മൃദുല കരയുന്നു, അച്ഛന് അമ്മ അനിയൻ എല്ലാവരും ഭയങ്കര സെൻറ്റിമെൻ്റൽ കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പം അവരുടെ 1-2 വീഡിയോസ് നമുക്ക് കാണിച്ചു തരാം, 1-2 ഐറ്റമൊക്കെ നമ്മളെ കാണിക്കാം. അതുപോലെ തന്നെ നല്ലൊരു ചാനലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പ്രത്യേകം നമ്മൾ ആരെയും റോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാനോ ഒന്നും നമ്മൾ വന്നതല്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം വളരെ കാലങ്ങൾ ടിക്ടോക്ക് ഒക്കെ ഇറങ്ങിയ സമയത്ത് തൊട്ട് അവരെ നമുക്കറിയാം. അവർ നല്ല ഡാൻസേഴ്സ് ആയിരുന്നു, നല്ല വൈബായിരുന്നു, അടിപൊളി ചാനലായിരുന്നു. നൈസ് ചാനൽ എല്ലാവർക്കും അറിയാം. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മൾ നമ്മുടെ ഈ ചാനലിൽ കൂടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പ്രതികരിക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് മാത്രം നമ്മൾ പ്രതികരിക്കും. അതപ്പം നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ചാനലാണ്. പെട്ടെന്ന് ഇവർക്ക് എന്ത് സംഭവിച്ചു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ വീഡിയോസ് യൂട്യൂബ് ചാനലൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് ഭയങ്കര തമ്പനയിൽ ഇവരടിച്ച് പിരിഞ്ഞു, ഇവരൊരിക്കലും ചേട്ടനും അനിയും പിരിഞ്ഞു, ഇനി ഒരിക്കലും അടുക്കില്ല, അങ്ങനെ ഇങ്ങനെ ഒത്തിരി തമ്പനയിലും കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പം നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ചാനലായിരുന്നു, രണ്ടുപേരും ഒത്തിരി ഇഷ്ടമായിരുന്നു. അവരുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല സപ്പോർട്ടേഴ്സ് ഒക്കെ ഉള്ള ചാനലാണ്, നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ 1-2 സംഭവങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രവീണിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് കാണാം. പ്രവീണിൻ്റെ റിയാക്ഷൻ ഒന്ന് കേട്ടിട്ട് നമുക്ക് ഓടി വരാം. ഇനി എന്തെന്ന് എനിക്ക് ഒരു സ്റ്റക്കായി നിൽക്കുന്ന കുറേ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മാസം. ഇനി എങ്ങോട്ട് എന്ത് ഏത് എന്നൊന്നും അറിയാതെ, അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇനി ഒരു അഡ്രസ്സ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ്സ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, അവനവൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ പുറത്തു നിന്ന് ഇങ്ങനെ പറയാനും ചിരിക്കാനും കളിയാക്കാനും ഒരു പ്രശ്നം നടക്കുമ്പം അത് കൈകൊട്ടി ചിരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. എൻഡ് ഓഫ് ദ ഡേ അത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ അനിയനാണ്. അപ്പം ഇതാണ് പ്രവീണിൻ്റെ എക്സ്പ്ലനേഷൻ. ഞാൻ അതിനിപ്പം അതുപോലെ തന്നെ നമുക്ക് അടുത്ത കൊച്ചുവിൻ്റെ കൂടെയും, അതായത് പ്രണവിൻ്റെ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പ്രണവിൻ്റെ ഇതുകൂടെ നമുക്കൊന്ന് എക്സ്പ്ലനേഷനോടെ നമുക്ക് കണ്ടിട്ട് ഓടി വരാം. ഇവിടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങൾ അപ്പോൾ വന്ന് കമൻറ്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞോ, കുഴപ്പമില്ല, പക്ഷേ അച്ഛനും അമ്മയും പറ്റിയും അതും ഇതും പറയാണ്ടിരിക്കുക. മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല. എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ. മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല. അതെനിക്ക് നല്ല വൃത്തിയായിട്ടറിയാം. ഞാൻ ഒരു 1-1.5 മാസമായിട്ട് അമ്മയോട് ചോദിച്ചു നോക്ക്, ഇവിടെ ചോദിച്ചു നോക്ക്, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ല. ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരിക്കലും എൻ്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവൻ്റെ അനിയനാണ് ഞാൻ, എൻ്റെ ചേട്ടനാവൻ. അതൊരിക്കലും മാറത്തില്ല, അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ പ്രശ്നങ്ങൾ വരും. അപ്പൊ എൻ്റെ അടുത്ത് ചെയ്തത് നല്ലതല്ല. ഇത് പ്രശ്നം ഞാൻ പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ എൻ്റെ അടുത്ത് ചെയ്തതൊന്നും ശരിയല്ല. പക്ഷേ നമുക്ക് മനസ്സിലുണ്ട്. ഇപ്പൊ ഇവർ രണ്ടുപേരും വീഡിയോ കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. ഇപ്പം പെട്ടെന്നുണ്ടായ പ്രശ്നമല്ല, ഏകദേശം 1 മാസം മേളിലായിട്ടുണ്ടായ പ്രശ്നങ്ങളാണ്. ഇപ്പം പ്രണവ് ഇപ്പം പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്. 1 മാസമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്, വീണ്ടും വെളിയിറങ്ങുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ എനിക്കിപ്പം ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇതിനൊക്കെ ഇപ്പം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഞങ്ങളെല്ലാം അറിയാനുള്ള ജനങ്ങളിലോട്ട് എത്തിച്ചത് ആരാണ്? നിങ്ങളാണ്, അല്ലേ?
നിങ്ങളുടെ ലൈഫ് എത്രമാത്രം ഹാപ്പി ആയിട്ട് ജീവിച്ചൊരു ലൈഫാണ്. നിങ്ങളപ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കണമായിരുന്നു, ഒരിക്കലും നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പബ്ലിക്കിന് മുന്നോട്ട് ഇട്ട് കൊടുക്കരുതായിരുന്നു. നിങ്ങൾ പ്രസന്റ് ചെയ്താണ് ഇത്ര, നിങ്ങൾ ഒരിക്കലും ഇത് ജനങ്ങളുടെ മുന്നോട്ട് ഇട്ട് കൊടുക്കരുതായിരുന്നു. നിങ്ങളത് ഒരിക്കലും നമ്മുടെ ലൈഫാണ്. നമ്മുടെ ലൈഫിൽ കുറച്ചൊക്കെ വിഷമങ്ങൾ, എല്ലാവരുടെ ലൈഫിൽ വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. അതെല്ലാം എടുത്ത് നമ്മൾ പബ്ലിക്കിന് മുന്നിട്ട് കൊടുത്താൽ ആർക്കാണ് അവിടെ ചീത്തപ്പേരുണ്ടാകുന്നത്? ആരാണ് അവിടെ നാറുന്നത്? നിങ്ങളല്ലേ നാറുന്നത്, നിങ്ങളുടെ ഫാമിലി അല്ലേ നാറുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയ്ക്കും വെളിയിറങ്ങാൻ പറ്റുന്നില്ല, തലകുനിച്ച് നടക്കേണ്ട അവസ്ഥ വരുന്നു പറഞ്ഞു. ഇതിനൊക്കെ അവസരം ഉണ്ടാക്കിയത് ആരാണ്? നിങ്ങളല്ലേ. നിങ്ങൾ വീഡിയോ ഇട്ടു, നിങ്ങൾ അവൻ കരയുന്നു, ഇവൻ കരയുന്നു, അമ്മ കരയുന്നു, അച്ഛൻ കരയുന്നു, എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എല്ലാം പ്രശ്നം. ഇതൊക്കെ ആരാണ് കാരണം? നിങ്ങളൊക്കെ തന്നെയല്ല കാരണക്കാരൻ. നിങ്ങളെടുത്ത് വീഡിയോ ജനങ്ങളുടെ മുന്നോട്ട് ഇട്ട് കൊടുത്തു, നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ അതിന് പകരം നിങ്ങൾ തമ്മിൽ എത്രമാത്രം ഹാപ്പിയായിട്ട് ജീവിച്ചൊരു ലൈഫാണ്. നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമുണ്ടെങ്കിൽ അത് സീക്രട്ടായിട്ട് വെച്ച് സംസാരിച്ച് തീർത്ത് ഒതുക്കി വിടണ്ടായിരുന്നു. ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായമാണ്, ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ ജനങ്ങൾക്ക് ഇട്ടുകൊടുത്ത് ജനങ്ങളുടെ മുന്നോട്ടാകരുതായിരുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് റീച്ച് വേണ്ട, അങ്ങനത്തെ റീച്ചൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറയുന്നത്. സംഭവം ശരി, റീച്ച് വേണ്ടേ? കാരണം ഏകദേശം 4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫാമിലിയാണ് ഒരു ചാനൽ, ഒരെണ്ണം 300K അടിച്ചു. അതുപോലെ നമ്മളൊരു കാര്യമാണ്, നിങ്ങളൊരിക്കലും നിങ്ങളുടെ ഈ ഒരു വിഷമം അല്ലെങ്കിൽ സങ്കടത്തോടുള്ള ഈ ഒരു പ്രശ്നം ഈ ലൈഫ് ഫാമിലി ഉണ്ടായ ഒരു പ്രശ്നം ഒരിക്കലും പബ്ലിക്കിന് മുന്നിൽ ഇട്ട് കൊടുക്കരുതായിരുന്നു. നിങ്ങളെ അത്രമാത്രം ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം. മനസ്സിലായില്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, നിങ്ങളുടെ ലൈഫിൽ അത് സീക്രട്ടായിട്ട് വെച്ച് സംസാരിച്ച് തീർക്കണമായിരുന്നു. അതല്ലാതെ എന്ത് പ്രശ്നമായിക്കോട്ടെ നമ്മൾ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളൊന്നുമല്ല. കാരണം നമ്മുടെ തീരാത്ത പ്രശ്നമില്ല. കാരണം വെച്ചാൽ നമ്മൾ സഹോദരങ്ങളെ പോലെ ജീവിച്ച് സംസാരിച്ച് ഒരുമിച്ച് കഴിഞ്ഞ് കൂടിയവരൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും, സംസാരിച്ച് ഉറപ്പായിട്ടും തീരും. അല്ലാതെ അതിന് പകരം നിങ്ങൾ ഒരാൾ വീഡിയോ ചെയ്യുന്നു, ഒരാൾ പറഞ്ഞു അവന് കുഞ്ഞിന് ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് അവൻ അഡ്രസ്സ് ഇല്ല എന്ന് പറഞ്ഞ് അവന് വിഷമം പറയുന്നു, അവൻ പറയുന്നു കരയുന്നു. അവൻ തന്നെ എന്നിട്ട് വീട് വാടകയ്ക്ക് എടുക്കാൻ പോകുന്നു. ഇവർ പറഞ്ഞു ഇത്രയും വലിയ വീട് കൊടുത്ത് കിടന്നിട്ട് അവൻ എന്തിനാ വീട് വാടകയ്ക്ക് എടുക്കാൻ പോകുന്നത്, അവൻ്റെ വീടല്ലേ ഇത് എന്നൊക്കെ പറയുന്നു. പക്ഷെ നിങ്ങളൊക്കെ ഈ രണ്ടുപേരും ഈ വീഡിയോയ്ക്കകത്തോടെ സംസാരിക്കാതെ, വീഡിയോയ്ക്കകത്തോടെ പറയാതെ നിങ്ങൾ നമ്മൾ നേരിട്ട് പറഞ്ഞു തീർന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തുറന്നു പറയാമല്ലോ. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, എത്രയും ഹാപ്പിയായിട്ട് ജീവിച്ചൊരു ലൈഫ് ഫാമിലി പെട്ടെന്ന് നമ്മുടെ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ അടിച്ച് പിരിഞ്ഞു, ഇവരടിച്ച് തമ്മിൽ പിരിഞ്ഞു, ഇനി ഒരിക്കലും ഉണങ്ങത്തില്ലേ, ഇവർ കാരണം അവരാണ് ഈ പ്രശ്നത്തിന് മൊത്തം. അതൊക്കെ എന്താണ് ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഇവരാരും നമ്മളോട് ആരോട് ഒരു വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല. ചുമ്മാ ഉള്ള വീഡിയോക്കാരെല്ലാം ഇതാണെന്ന് ഓവർ തിങ്കിങ് ചെയ്താണ് ഇവരെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്തും ആയിക്കോട്ടെ. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ ഈ ഒരു അഭിപ്രായം കണ്ട് ഒരാൾ പറഞ്ഞാൽ മതി ബ്രോ പറഞ്ഞത് കറക്റ്റ് കാര്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ സക്സസ്ഫുൾ എൻ്റെ വീഡിയോ ആയിരിക്കും, ഈ വീഡിയോ സക്സസ്ഫുൾ ആയിരിക്കും. കാരണം വെച്ചാൽ എനിക്കിവിടെ 1 മില്യനോ അല്ലെങ്കിൽ K കണക്കിനോ നമുക്ക് സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ K കണക്കിന് വ്യൂസ് ഒന്നും ഇല്ലായിരിക്കും. പക്ഷേ വീഡിയോ കാണുന്ന ഒരാൾ പറഞ്ഞാൽ മതി ബ്രോ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്, ഞാൻ അവിടെ വിജയിച്ചു എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞില്ല, ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി നീട്ടിക്കൊണ്ട് പോകാതെ എത്രയും പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്ത് ഇതാക്കി ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ പോകുക എന്നുള്ളതാണ്. ഈഗോ എന്ന് പറയുന്ന സാധനം നമ്മൾ മുന്നോട്ട് പോകുന്നതോറും, ഈ ചെറിയൊരു പിണക്ക് മുന്നോട്ട് പോകുന്നതോറും അത് വളർന്ന് വലുതായി കഴിയുന്നതനുസരിച്ച് നമുക്ക് നാളെ ആ പിണക്കമുള്ള ആളെ കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരികയും അവരോട് സംസാരിക്കാൻ നമ്മുടെ ഈഗോ സമ്മതിക്കാതെ വരികയും അങ്ങനെ വരുമ്പോൾ ചിലപ്പം ചെറിയ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രകോപിതനാവുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി പ്രശ്നങ്ങളോട് കടക്കാതിരിക്കാതെ മാക്സിമം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് കോംപ്രമൈസ് ആക്കി പോവുക. അപ്പോൾ അച്ഛനും അമ്മയും എല്ലാം മുൻകൈ എടുത്ത് മക്കൾ തമ്മിൽ ഒന്നിപ്പിച്ച് സന്തോഷത്തോടെ നിങ്ങൾ എങ്ങനെയാണോ ഇത്ര നാളും കഴിഞ്ഞ് അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. അല്ലാതെ ഇത് വീണ്ടും ഇവന് പകരം അവൻ വീഡിയോ ഇട്ടു, ഇവന് പകരം അവൻ വീഡിയോ ഇട്ടു, അങ്ങനെ അപ്പം തെളിവുകൾ നേർത്തി, അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഇത് പറഞ്ഞത്. ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ പബ്ലിക്കിന് വേണ്ടി ഇട്ട് കൊടുക്കരുതായിരുന്നു. എന്തും ആയിക്കോട്ടെ, റീച്ചിന് വേണ്ടി പല കണ്ടന്റ് ചെയ്യുന്ന പല യൂട്യൂബർമാരും നമുക്കറിയാം, അതൊക്കെ പോട്ടെ, അവരുടെ കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ ചെയ്യരുതായിരുന്നു. നിങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഇപ്പം എല്ലാവരും ഈ വീഡിയോ അറിയുന്ന, ഈ പ്രശ്നം അറിയുകയും ഈ പ്രശ്നത്തിനെതിരെ വീഡിയോ ചെയ്യുകയും അനുകൂലിക്കുന്നതിനും പ്രതികൂലിക്കുന്നതിനും. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു കമന്റ് ഇടുന്നതിനെ പറ്റി നിങ്ങൾ ഈ ഇത്രയും പറഞ്ഞു കൊടുത്തു. ആരാണ് നമുക്ക് കമന്റ് ഇടുന്നതിന് ഒന്നും പറയാൻ പറ്റുമോ? എന്ത് പറയാനാ കമന്റ് ഇടുന്നവരെ? നിങ്ങൾ ഇട്ട് കൊടുത്ത സബ്ജക്റ്റിനാണ് അവർ കമന്റ് ഇടുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഒരാളെ ഇഷ്ടമുള്ളപ്പോൾ ഒരാളെ മറ്റൊരാളെ തെറി പറയും, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ ഈ പ്രശ്നം ഇട്ട് കൊടുത്തു ജനങ്ങളിലോട്ട്. ഇട്ട് കൊടുത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഈ പ്രശ്നം ആൾക്കാർ അറിയുകയും ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഫാമിലി ആകപ്പാടെ ഇപ്പം നാണക്കേടായി കളഞ്ഞില്ലേ? ഇതിനൊക്കെ വഴിയൊരുക്കുക ആരും പാത്തു ഒളിഞ്ഞ് വന്ന് നോക്കിയിട്ട് പ്രത്യേകം നിങ്ങളുടെ പ്രശ്നമായിട്ട് ഉണ്ടാക്കിയല്ലോ. നിങ്ങളുടെ വീഡിയോ മുഖാന്തരമാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ കിടന്നുള്ള വീഡിയോസിൻ്റെ ഇതൊക്കെ കാരണമാണ് ഞാൻ അറിഞ്ഞതും ഈ വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങളെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇത്രയും പറയണത് ആഗ്രഹമുള്ളത്. കാരണം എന്താണ് ഒരു വഴക്കുണ്ടാക്കിയാൽ അത് എത്രമാത്രം സന്തോഷത്തോടെ ജീവിച്ചൊരു ലൈഫും ഫാമിലിയായിരുന്നു നിങ്ങളെ. അപ്പം നിങ്ങൾ ഇവരുടെ ഇപ്പം പ്രവീണാണെങ്കിലും പ്രണവാണെങ്കിലും മൃദുലയാണെങ്കിലും ഇവരൊക്കെ ക്യുവാൻ്റെ ആൾ അച്ഛനും അമ്മയും എല്ലാവരും പക്കാ ലൈഫായിരുന്നു. ക്യുവാൻ്റെ ആണെങ്കിലും ഇവരുടെ ക്യുവാൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാമായിരിക്കും എല്ലാവർക്കും.
ലൈവ് പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്ക് നൈസായിരുന്നു. കാരണം അതുപോലുള്ള ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നല്ല വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ മാക്സിമം ഈ വഴക്ക് മുന്നോട്ട് കൊണ്ടുപോകാതെ എത്രയും വേഗം അത് കോംപ്രമൈസ് ആയി. ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളെ ആ ഒരു പഴയ ലൈഫ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം മാക്സിമം മുന്നോട്ട് പോകാതെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞു ഒതുക്കി കോംപ്രമൈസ് ആക്കി, അല്ലെങ്കിൽ ഒരാൾ താന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരാളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പം വഴക്കാണ്, പ്രശ്നങ്ങളാണ്, കുടുംബമാണ്, അതെന്ന് എല്ലാം ചിന്തിക്കുക. എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും വീഡിയോക്കകത്ത് പറഞ്ഞു എൻ്റെ അനിയനാണ്, എൻ്റെ ചേട്ടനാണ്, അമ്മയാണ്, എല്ലാം ഞങ്ങൾക്കും അറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞങ്ങൾക്കും അറിയാം. നിങ്ങളെല്ലാം അച്ഛനും നിൻ്റെ അങ്ങനെ അച്ഛനും അമ്മയാണ്, നിങ്ങൾ സഹോദരങ്ങളാണ്, ഞങ്ങൾക്കും അറിയാം. പക്ഷെങ്കിൽ നിങ്ങൾ ആ ഒരു സംസാരം, ആ ഒരു ഇത് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല. അതിന് പകരം നിങ്ങൾ വീഡിയോ ഇട്ട് ആൾക്കാരെ കാണിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇത്രയും ഈ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറഞ്ഞു വെച്ചു, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, നിങ്ങൾ സഹോദരമാണ്, എൻ്റെ അനിയനാണ്, എൻ്റെ ചേട്ടനാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളെങ്കിൽ അതൊക്കെ സഹോദര നിങ്ങളങ്ങ് ചെയ്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളെങ്കിൽ അതൊന്ന് ഒത്തുതീർപ്പാക്കി വിടത്തില്ലേ? അല്ലാതെ അതിന് പകരം ഇത്രയും വീഡിയോ ഇട്ട് വഷളാകുകയാണ്. ഈ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ തമ്മിലുള്ള വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്കൊരു മനുഷ്യൻ കരയുക എന്ന് പറയുന്നത് ഒത്തിരി പ്രശ്നമുണ്ട്. ഒരു മനുഷ്യൻ കരയുക എന്ന് പറയുന്നത് അത്രമാത്രം വിഷമം മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ അതെന്തും ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി ഒരുമിച്ച് സന്തോഷത്തോടെ പോവുക എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ. അതുകൊണ്ടാണ് എൻ്റെ ഈ അഭിപ്രായം. അത്ര പേര് ഇത് സപ്പോർട്ട് ചെയ്ത് എനിക്കറിയില്ല, പക്ഷേ ഒരാളെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ ഞാൻ സക്സസ് ആയാൽ, എൻ്റെ വീഡിയോ സക്സസ് ആവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത്. ഇപ്പം എത്ര പേര് അംഗീകരിക്കാൻ അറിയില്ല, എന്നാൽ തന്നെയും നമ്മൾ വീഡിയോ ചെയ്ത് ഇവരെ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. കാരണം വെച്ചാൽ അത്രമാത്രം സെറ്റായിട്ട് പോയൊരു ലൈഫും ചാനലും എല്ലാമായിരുന്നു ഇവരുടെ. അപ്പോൾ നിങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ മാക്സിമം പെട്ടെന്ന് തീർത്ത് പഴയ ലൈഫിലോട്ട് തിരിച്ചു വരിക. അപ്പോൾ ഈ ഒരു അഭിപ്രായം പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പം ഈ ഒരു കാര്യം പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇവർ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്, പ്രതികരിച്ചത്. അപ്പം നമ്മുടെ അഭിപ്രായം പറഞ്ഞു. അപ്പം നമുക്കറിയാം, നമുക്കിപ്പം നമ്മുടെ ലൈവും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് ലൈവ് കാര്യങ്ങളും വീഡിയോസ് ഇപ്പോൾ കുറവാണ്. അപ്പോൾ വിമിഷ്ടവും പനിയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടിരിക്കുവാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന പല സമയത്തും കട്ട് ചെയ്താണ് നമ്മൾ ചെയ്തത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒത്തിരി സംസാരിക്കും വിമിഷ്ടവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാനില്ല. ഇതിപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് അതിന് മാത്രമാണ് നമ്മളിത് നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഉടനെ നമ്മൾ തിരിച്ചു വരും. അപ്പം അടിപൊളി കിട്ടുന്ന സബ്ജക്റ്റുമായിട്ടൊക്കെ വരും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉടനെ പഴയ പോലെ തിരിച്ചു വരും. ലൈവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈവനിങ് ഉണ്ട്, എല്ലാ ലൈവും കാര്യങ്ങളൊക്കെ വരിക. അപ്പം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബൈ, ടാറ്റ, കാണാം.